ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ 2-3 അപ്ഡേറ്റുകൾ നോക്കുന്നുണ്ട്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് കൊടുക്കുന്ന അപ്ഡേറ്റും ഉണ്ട്. അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ എല്ലാവരും ലൈക്ക് ചെയ്യുക. 100 നമ്മുടെ ലൈക്കിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത്. ഉറപ്പായിട്ടും അവിടേക്കൊന്ന് എത്തിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കൂടുതൽ അപ്ഡേറ്റുകൾ ലഭിക്കുകയുള്ളൂ. സോ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. എന്തായാലും ലൈക്കും സബ്സ്ക്രൈബും ചെയ്തിട്ട് വീഡിയോ കാണാനായി ശ്രമിക്കുക. അപ്ഡേറ്റ് എന്ന് പറയുന്നത് താഹിർ ക്രോമയുമായിട്ട് ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ് ആണ്. എന്തായാലും താഹിർ ക്രോമയെ മുംബൈ സിറ്റി FC റിസൈൻ ചെയ്തിരിക്കുകയാണ്. എന്തായാലും അദ്ദേഹം നേരത്തെ ടീം വിട്ടു എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു അദ്ദേഹം ലോണിലാണെന്ന് തോന്നുന്നു മുംബൈ സിറ്റി FCയിലേക്ക് വന്ന് വീണ്ടും പേരൻറ്റ് ക്ലബ്ബിലേക്ക് പോയി. പക്ഷേ അദ്ദേഹത്തെ വീണ്ടും ഇപ്പോൾ മുംബൈ സിറ്റി ഒഫീഷ്യലായിട്ട് സൈൻ ചെയ്തിരിക്കുകയാണെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. സോ മുംബൈ സിറ്റി FC സംബന്ധിച്ചുള്ളത് നല്ലൊരു സൈനിങ് തന്നെയാണ്. അദ്ദേഹം നല്ല രീതിയിൽ ഇപ്പോൾ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ പൊസിഷൻ കൊടുത്താലും അതും അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കുന്ന ഒരു അഗ്രസീവായിട്ടുള്ള പ്ലെയറാണ്. എന്തായാലും നല്ലൊരു സൈനിങ് എന്ന് തന്നെ പറയണം. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സന്ദേശ് ജിങ്കനുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. എന്തായാലും സന്ദേശ് ജിങ്കൻ ഇഞ്ചുറി ആയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമായിരുന്നു. അതിന് ദേശീയ ടീമിൻ്റെ മത്സരം മിസ്സായത് വേൾഡ് കപ്പ് ക്വാളിഫയർ വളരെ ഇമ്പോർട്ടൻറ്റ് മത്സരം മിസ്സായി. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതിന് FC ഗോവയിൽ പകുതിക്ക് വെച്ച് പോകേണ്ടി വന്നു. അത് അവർക്ക് FC ഗോവയ്ക്കും വലിയ തിരിച്ചടി, അതുപോലെ ഇന്ത്യൻ ടീമിനും വലിയ തിരിച്ചടി. എന്തായാലും സന്ദേശ് ജിങ്കൻ തിരിച്ചു വന്നിരിക്കുന്നു എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. എന്തായാലും അവരുടെ പ്രാക്ടീസ് സെഷനിൽ അദ്ദേഹം ഇപ്പോൾ പങ്കെടുത്തു എന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ. അതുപോലെ തന്നെ FC ഗോവയും ഒരു പോസ്റ്റ് പങ്കിട്ടിട്ടുണ്ട്. സോ എന്തായാലും സന്ദേശ് ജിങ്കൻ്റെ ഒരു റിട്ടേൺ കാണാൻ സാധിച്ചത് എന്തായാലും സന്തോഷം എന്ന് തന്നെ പറയണം. കാരണം അദ്ദേഹത്തിന് FC ഗോവയെക്കാട്ടി ഉപരി നമ്മൾ ഇന്ത്യൻ ടീമിലേക്കാണ് അദ്ദേഹത്തെ. കാരണം അദ്ദേഹമാണ് ഏറ്റവും ടോപ്പ് ഡിഫൻഡർ. അദ്ദേഹം അൻവർ അലിയുമാണ്. സോ നമുക്ക് എപ്പോഴും അവരുടെ രണ്ടുപേരുടെ അവൈലബിലിറ്റി എടുത്ത് ഒന്നെങ്കിൽ അൻവർ അലി കാണും, ചിലപ്പോൾ സന്ദേശ് ജിങ്കൻ കാണത്തില്ല. അങ്ങനെ രണ്ടും ഒരുമിച്ച് കളിക്കുന്നതൊക്കെ വളരെ റെയറായിട്ടാണ്. സോ രണ്ടുപേരും കൂടെ ഒരുമിച്ച് കളിക്കട്ടെ, അതാണ് നമുക്ക് വേണ്ടത്. സോ ഫ്യൂച്ചർ എങ്ങനെ കാണാൻ സാധിക്കുമെന്ന് വിചാരിക്കാം. എന്തായാലും സന്ദേശ് ജിങ്കൻ ഇപ്പോൾ തിരിച്ചു വന്നിട്ടുണ്ട്. പിന്നെ അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് അതുപോലെ മരലീന FC തമ്മിലൊരു മാച്ച് ഉണ്ടായിരുന്നു. നമ്മൾ കേട്ടിരുന്നു. അതായത് 4ാമത്തെ ഫ്രണ്ട്ലി മാച്ച് അതായിരുന്നു. പക്ഷേ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അപ്ഡേറ്റ് നമുക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. അതായത് ആ ഒരു മാച്ച് നടന്നോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ നമുക്കറിയത്തില്ലായിരുന്നു. പക്ഷേ നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്ന ആ ഒരു മാച്ച് നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ്. അതുപോലെ തന്നെ ആ ഒരു മാച്ച് ഇഷാൻ പണ്ഡിത് ഒരു ഗോൾ അടിച്ചെന്നും പറഞ്ഞു കേൾക്കുന്നു. സോ അതിൽ കൂടുതൽ അപ്ഡേറ്റ്സ് ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. എന്തായാലും അതിൽ കൂടുതൽ അപ്ഡേറ്റ്സ് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയുക. എന്തായാലും എനിക്ക് തോന്നുന്നൊരു 3rd ഡിവിഷൻ ക്ലബ്ബാണ്. അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിനെക്കാട്ടി വളരെ ശക്തി കുറഞ്ഞൊരു ക്ലബ്ബാണ്. അതായത് ഒരു കോളേജ് ടീമിലത്ര, അതായത് കേരളത്തിൽ കളിക്കുന്ന ഒരു കോളേജ് ടീമിലത്ര ശക്തിയുള്ളൊരു ക്ലബ്ബാണ്. അതുകൊണ്ടായിരിക്കാം കേരള ബ്ലാസ്റ്റേഴ്സ് വലിയ രീതിയിൽ അത് പങ്കുവെക്കുന്നത്. സാധാ ഒരു ട്രെയിനിങ് സെക്ഷൻ പോലൊരു ഗെയിം, അതായത് ഫ്രണ്ട്ലിന്ന് പോലും അല്ല, നോർമൽ ട്രെയിനിങ് സെക്ഷൻ ഗെയിമായിട്ട് അവർ എടുക്കുകയാണ്. സോ അതുകൊണ്ടായിരിക്കാം പോസ്റ്റും വീഡിയോസും ഒന്നും അതുമായിട്ട് ബന്ധപ്പെട്ട് വരാത്തത്. അതുമല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ടാക്റ്റിക്സ് എല്ലാം പ്രയോഗിക്കുന്ന ഒരു ഗെയിം ആയിരുന്നായിരിക്കാം. കാരണം ഒരു ലോവർ ഡിവിഷൻ ക്ലബ്ബാണ്. അവരുമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് പറ്റുന്ന ഫ്രീ കിക്ക്, സെറ്റ് പീസ് ടാക്റ്റിക്സ്, അതുപോലെ പലതരത്തിലുള്ള ടാക്റ്റിക്സ് വേണമെങ്കിൽ പുറത്തെടുക്കാവുന്നൊരു ഗെയിമാണ്. സോ അതുകൊണ്ടായിരിക്കാം അതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളും വീഡിയോസും ഒന്നും കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്തുവിടാത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ എന്തായാലും ആ ഒരു മാച്ച് നടന്നിട്ടുണ്ട്. നേരത്തെ ആ ഒരു മാച്ച് നടന്നില്ല എന്ന് പറഞ്ഞിരുന്നു, ബട്ട് നടന്നു.